നമുക്കൊന്നേ നേതാവുള്ളൂ, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. UDF വോട്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും ആഗ്രഹം വി ഡി മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രകടനം. കോട്ടയം ജില്ലയിലെ പമ്പാവാലിയിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിലൊരു പന്തം കൊളുത്തി പ്രകടനം നടന്നത്. 100-ലധികം UDF പ്രവർത്തകരാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് യുദ്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടെങ്കിലും ഇത്തരത്തിലൊരു പരസ്യമായ ഒരു പന്തം കൊളുത്തി പ്രകടനം നടക്കുന്നത് ആദ്യമായി തന്നെയാണ്. എന്താണെങ്കിലും ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരസ്യമായ ഒരു പന്തം കൊളുത്തി പ്രകടനത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വികാരം അത് നേതൃത്വത്തെ ഒന്ന് അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. കാരണം പമ്പാവാലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, ഇവിടുത്തെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട്, വനഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട ഇവിടെ നടത്തിയ സമരങ്ങളിലൊക്കെ ഈ വി ഡി സതീശൻ ഇവിടെ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തയാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നൊരു ചിന്ത ഇവിടുത്തെ ആളുകൾക്ക് പൊതുവേ ഉണ്ട്. ആ ആളുകളുടെ വികാരമാണ്. അതായത് ഞങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ ഈ വാർഡുകളിൽ, ഈ 2 വാർഡുകളിലായി UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ആളുകൾ UDFനെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആളുകൾ UDFന് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വികാരം, പ്രതിഷേധം എന്ന് പറയേണ്ട, ഞങ്ങളുടെ വികാരം നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. ഇതൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമേ അല്ല. ഞങ്ങളാരും ഒരു ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നവരല്ല. ഞങ്ങളുടെ പമ്പാവലി മേഖലയിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളുമില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ്. തീർച്ചയായും ഇതിനർഹൻ വി ഡി സതീശനാണ്. അതോടൊപ്പം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകും. കാരണം മത്സരിച്ച് ജയിച്ച 2 സീനിയർ നേതാക്കന്മാരെന്ന നിലയിൽ, സീനിയർ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല വന്നാലും അത് ഉൾക്കൊള്ളാൻ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും തയ്യാറാകും. പാർലമെൻറ്റ് അംഗങ്ങൾ വരുന്നതിനോട് നിങ്ങൾ അടിസ്ഥാനപരമായ ആവശ്യവും വി ഡി തന്നെ ആകണം എന്നുള്ളതാണ്. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ആഗ്രഹവും. അദ്ദേഹമാണല്ലോ 21 അംഗങ്ങളുണ്ടായിരുന്ന കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ 63 MLA-മാരെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വി ഡി സതീശൻ മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ടാണ്. ഈ താഴെ തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു വിജയം എത്താൻ സാധിച്ചത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ ആഗ്രഹത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകളൊക്കെ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് വാർത്തകളായിട്ടുണ്ട്. പക്ഷേ പരസ്യമായി തന്നെ ഇത്തരത്തിലൊരു പന്തം കൊളുത്തി പ്രകടനവുമായി കുറച്ച് UDF പ്രവർത്തകർ രംഗത്തേക്ക് വരുന്നത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഈ ഫ്ലെക്സുകളൊന്നും വെച്ചതുകൊണ്ട് നേതൃത്വം ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം നമ്മുടെ നേതൃത്വം തീർച്ചയായും ഇങ്ങനെയൊരു സംഭവം നടന്നാൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പന്തം കൊളുത്തി പ്രകടനം തന്നെ നടത്തിയത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, UDFന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും ആഗ്രഹം വി ഡി മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെ. ബൈ ചാൻസ് അത് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം വരട്ടെ. പക്ഷേ ഞങ്ങളുടെ വികാരം, ആളുകളുടെ വികാരം ഇതാ. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഈ നാട്ടിലെ വിഷയങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തോടുള്ള താല്പര്യത്തിന്, നിങ്ങളുടെ താല്പര്യത്തിന് അതും കൂടി ഒരു കാരണമാണ്. വനം വകുപ്പിൻ്റെ ക്രൂര പീഡനം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് വി ഡി സതീശനാണ്. അങ്ങനെ ഞങ്ങൾക്കും നാട്ടുകാർക്കും ഒരു പ്രത്യേക സ്നേഹം വി ഡി സതീശനോടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന്. അപ്പോൾ വലിയൊരു ആവേശകരമായ പ്രകടനമാണ് ഇന്നലെ നടന്നത്. 100-ലധികം ആളുകൾ ആ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പെട്ടെന്ന് വി ഡി സതീശനുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഒരു വികാരം കൂടി, പെട്ടെന്ന് വന്ന് കൂടിയവരെല്ലാം കൂടി UDF പ്രവർത്തകർ കൂടി ഒരു പ്രകടനമായിട്ട് പോയതാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതോ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. അങ്ങനെയൊന്നുമല്ല, ഒരു പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ ഗ്രൂപ്പുകളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു മലയോര മേഖലയാണിത്. അപ്പോൾ എന്താണെങ്കിലും വി ഡി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് തീർച്ചയായിട്ടും ആ ആഗ്രഹം തന്നെയാണ്. കോൺഗ്രസിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 3 നേതാക്കളും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വി ഡി സതീശനാകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു നിലപാട് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായ ഒരു പന്തം കൊളുത്തി പ്രകടനം കോട്ടയം ജില്ലയിലെ പമ്പാവലിയിൽ നടന്നിരിക്കുന്നത്. എന്താണെങ്കിലും വി ഡി തന്നെ മുഖ്യമന്ത്രിയായി വരും എന്ന പ്രതീക്ഷയോടുകൂടി പമ്പാവലിക്കാർ കാത്തിരിക്കുകയാണ്. കോട്ടയം പമ്പാവലിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. പിന്നാലെ
ധീരതയോട് നയിച്ചാലോ ലക്ഷങ്ങൾ പിന്നാലെ നമ്മുടെ മുഖ്യൻ വി ഡി സതീശൻ നേതാവേ ധീരതയോട് നയിച്ചാലോ ലക്ഷങ്ങൾ പിന്നാലെ നമ്മുടെ മുഖ്യൻ വി ഡി സതീശൻ നമുക്കൊന്നേ നേതാവുള്ളൂ വി ഡി സതീശൻ സിന്ദാബാദ് വി ഡി സതീശൻ നേതാവേ ധീരതയോട് നയിച്ചാലോ ലക്ഷങ്ങൾ പിന്നാലെ നമ്മുടെ മുഖ്യൻ വി ഡി സതീശൻ നമുക്കൊന്നേ നേതാവുള്ളൂ പമ്പ വാലിയുടെ ശബ്ദമിതാ കേരളം ഒന്ന് ഉണരട്ടെ വി ഡി സതീശ മുഖ്യമന്ത്രി വി ഡി സതീശ നേതാവേ പണം നയിച്ചാൽ വി ഡി സതീശൻ സംസ്ഥാനം മറിക്കുന്ന വി ഡി സതീശൻ അമ്മാവാലിയിലെ മലയോര കർഷകരുടെ ആവേശവും എല്ലാമായ വി ഡി സതീശൻ കേരള ജനതയെ കഴിഞ്ഞ 2021 മുതൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ UDF-ന് വിജയം നൽകി ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ മുകളിൽ പ്രവചിച്ചതിനപ്പുറമായി 102 സീറ്റ് പിടിച്ചുകൊണ്ട് കേരളത്തെ UDF-നെ കോൺഗ്രസിനെ കൈപിടിച്ച് തല ഉയർത്തി നിർത്തിയ വി ഡി സതീശൻ തന്നെയായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇല്ല എങ്കിൽ ഇതിന്റെ ഫലം AICC അല്ല ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാവരും, അതായത് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, UDF അനുവദിക്കില്ല എന്ന്, കേരള ജനത അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. ഇതൊരു നമ്മുടെ നേതൃത്വത്തിന് നൽകുന്ന ഒരു വാണിംഗ് ആണ്. ഇവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെയൊരു പ്രകടനം, ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കാണുവാൻ കേരളത്തിലെ മുഴുവൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹമാണ്, അതായത് തകർന്നടിഞ്ഞ പാർട്ടിയെ ഈ 22-ൽ നിന്നും 63-ലേക്ക് എത്തിച്ച UDF-നെ 41-ൽ നിന്നും 102-ലേക്ക് എത്തിച്ചത് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ പ്രവർത്തന പാടവമാണ്. അതുകൊണ്ട് തീർച്ചയായും UDF അധികാരത്തിൽ എത്തുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊന്നൊരു ഗ്രൂപ്പ് പരിപാടിയല്ല, ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ജനാധിപത്യ വിശ്വാസികളുടെ, UDF പ്രവർത്തകരുടെ വികാരമാണ്. ഇത് നേതൃത്വം മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അല്ല എങ്കിൽ ഈ ജനങ്ങൾ, ഈ വിജയിപ്പിച്ച ജനങ്ങൾ തന്നെ നമുക്ക് തിരിച്ചടി തരും. അങ്ങനെ ഈ പാർട്ടി ഇല്ലാതെ പോകരുത് എന്നുള്ള പാർട്ടിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ലക്ഷങ്ങൾ പിന്നാലെ കേരളം എന്നൊരു രാജ്യത്ത് 2026-ൽ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ. അതാണ് വി ഡി സതീശൻ.